തിരുവനന്തപുരം കൈതമുക്കിൽ ചിപ്സ് കടയിലുണ്ടായ തീപിടുത്തത്തിൽ ഒരു മരണം. കടയുടമ അപ്പു ആചാരിയാണ് മരിച്ചത്. 2 പേർക്ക് പൊള്ളലേറ്റു. അഞ്ജു ജയപ്രകാശ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അഞ്ജു, എപ്പോഴാണ് സംഭവം? കൂടുതൽ ആളുകൾക്ക് പരിക്കുണ്ടോ? ബിനിൽ, 1 മണിക്കൂർ മുമ്പാണ് തിരുവനന്തപുരം കൈതമുക്കിലെ ഒരു ചിപ്സ് കടയ്ക്ക് തീ പിടിച്ചത്. ഇപ്പോൾ ആ ചിപ്സ് കടയുടെ ദൃശ്യമാണ് കാണുന്നത്. ഇവിടെ ലൈവായിട്ട് ചിപ്സ് ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ കടയ്ക്ക് തീ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. 4 പേരായിരുന്നു കടയിലുണ്ടായിരുന്നത്. അതിൽ ഒരാൾ തീപിടുത്ത സമയത്ത് തന്നെ കടയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകാൻ സാധിച്ചു. പക്ഷേ മറ്റു 3 പേരും കടയ്ക്ക് ഉള്ളിൽ അകപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾക്ക് ദാരുണമായിട്ടുള്ള മരണം സംഭവിച്ചിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വഞ്ചിയൂർ അത്താണി സ്വദേശിയായിട്ടുള്ള അപ്പു ആചാരി, 85 വയസ്സാണ്. അദ്ദേഹമാണ് മരണപ്പെട്ടത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ കടയായിരുന്നു ഈ കണ്ണൻ ചിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കട. ഏകദേശം 1 മണിക്കൂർ സമയം മുമ്പാണ് ഈ കടയ്ക്ക് തീ പിടിച്ചത്. ഈ പാചകവാതകത്തിൽ നിന്ന് ചോർച്ചയുണ്ടായതിനെ തുടർന്നാണ് തീപിടുത്തം ഉണ്ടായത് എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കുന്നത്. നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ച് അറിയാം. ബിനിൽ ചോദിച്ചതുപോലെ മറ്റ് 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് കൊണ്ടുപോയത്. നോക്കൂ, ദൃശ്യങ്ങളിൽ കാണാം. ഇതിന്റെ തൊട്ട് അരികിലായിട്ട് മറ്റ് കടകൾ നിരവധിയാണ് ഉള്ളത്. അടുത്തടുത്ത് കടകളുള്ള സ്ഥലമാണ്. അതിനാൽ വലിയൊരു വിപത്താണ് ഒഴിവായത് എന്ന് വേണമെങ്കിൽ ഈ നിമിഷം പറയാം. കാരണം നിരവധി കടകളാണ് നിരനിരയായിട്ട് ഈ ഭാഗത്ത്, കൈതമുക്ക് ഭാഗത്തുള്ളത്. അതിലിപ്പോൾ മെഡിക്കൽ ഷോപ്പിന്റെ ഒരു ഭാഗത്താണ്, ഞങ്ങൾ തൊട്ടടുത്തുള്ള മെഡിക്കൽ ഷോപ്പിന്റെ ഭാഗത്താണ് കാണിക്കുന്നത്. മേൽക്കൂര ഉൾപ്പെടെ കത്തിയിട്ടുണ്ട്. അങ്ങനെ തൊട്ടടുത്ത കടയിലേക്ക് ഉൾപ്പെടെ തീ പടർന്ന സാഹചര്യത്തിൽ 3 യൂണിറ്റ് ഫയർഫോഴ്സ് അടക്കമാണ്